കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ ഇവിടെ ചാവത്ത് വലിക്ക്. കാലത്തോട്ട് കാണാതായപ്പോ ആളാരാണെന്ന് പിടികിട്ടിയെന്ന് കരുതി ഞാൻ വീട്ടിൽ പറയുമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വരില്ലെന്നാ കരുതി. പക്ഷെ അവൾ അതും മാനേജ് ചെയ്തു. ഇനി ഒരു പക്ഷെ ഞാൻ സത്യം പറഞ്ഞാലും മനഃപൂർവ്വം മാളവികയെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞെന്ന് എല്ലാരും വിചാരിക്കുള്ളൂ. ഇവളുടെ വായിന്ന് തന്നെ സത്യം പുറത്തു കൊണ്ടുവരണം. പക്ഷെ അതിനു മുമ്പ് എന്റെ അച്ഛനും അമ്മയും ആരാണെന്നറിയണം. മാഡം, മാഗി ഇവിടെ സുഖമായിട്ടിരിക്കുന്നോ? മാഡത്തിന് 3 ദിവസമായിട്ട് കാണാനില്ല മാഡം. കാണാനില്ലെന്നോ? എന്താ പറ്റിയത്? അത് ഞങ്ങൾക്കറിയില്ല മാഡം. 3 ദിവസം മുമ്പ് ഒരു ഹിന്ദിക്കാരന്റെ വീട്ടിലൊരു ഇവന്റ് നടത്തിയിരുന്നു. അന്ന് കാലത്ത് തൊട്ട് വൈദേഹിയെ കണ്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഫോൺ നമ്പർ തെറ്റിയത് കാരണം സംസാരിക്കാനും പറ്റിയില്ല. ഫംഗ്ഷൻ കഴിഞ്ഞ് മാഡത്തിനെ കാണാനെന്ന് പറഞ്ഞ മാഗി മാഡം ഇറങ്ങിയ, എന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലേ മാഡം? ഇല്ലല്ലോ. അന്നിവിടെ ആ കല്യാണത്തിന്റെ ഫംഗ്ഷന് ശേഷം ഞാൻ പിന്നെ മാഗിയെ കണ്ടിട്ടില്ല. എന്നാലും മാഗിക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എന്തിനാ എന്നെ കാണുന്നെന്ന് പറഞ്ഞത്? അന്ന് ഫംഗ്ഷനിൽ എന്താ നടന്നെന്ന് ഞാൻ പറഞ്ഞാ മതിയോ? അന്ന് രാത്രി നിന്നെ കണ്ട് സംസാരിക്കാൻ അവൾ വീട്ടിൽ വന്നിരുന്നു. പക്ഷെ നീ ഉറങ്ങായിരുന്നു. ശരിക്കും മാഡം വീട്ടിൽ വന്നിരുന്നോ? വരുന്ന വഴിക്ക് കാറ് കിടക്കുന്ന കണ്ടിരുന്നു. കാർ അവിടെ ഇട്ടേച്ച് വീട് വരെ നടന്നു വന്നോ? നീയല്ലേ പറഞ്ഞേ ഇവിടെ ജാനകിയെ കാണാനാ വന്നേന്ന്. എന്നിട്ട് വന്നോന്ന് വെച്ചാൽ എങ്ങനെയാ? അപ്പൊ വന്നോന്ന് ഞാൻ പറയുന്നത് വെറുതെ ആണോ? അവര് വന്നിരുന്നു ജാനകി. ഇടയ്ക്ക് വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയി, അതുകൊണ്ടാ ലേറ്റ് ആയെന്നും പറഞ്ഞിരുന്നു. അതിരിക്കട്ടെ, എന്തിനാ അവള് വന്നത്? എന്ന് ചോദിച്ചാ അന്ന് കല്യാണത്തിന്റെ ഫംഗ്ഷൻ നടത്തിയില്ലേ, പേയ്മെന്റ് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ വന്നതാ. അയ്യോ, അതൊന്നും അല്ല മാഡം. പിന്നെന്താ കാര്യം? അവര് സംസാരിച്ചത് എന്നോടാ. അപ്പൊ എനിക്കാണോ നിനക്കാണോ അറിയാ? അമ്മയോട് പറഞ്ഞ വഴക്ക് പറയൂന്ന് കരുതിയ കാശ് ചോദിച്ചപ്പോ ഞാൻ തന്നെ അതങ്ങ് സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിട്ടത്. അപ്പൊ പിന്നെ എന്റെ മാഡം ഇവിടെ പോയി? വീട്ടിലും ഓഫീസിലും ഒന്നും വന്നിട്ടില്ല. എനിക്കങ്ങനെ അറിയാം. കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്ക്. അവര് കണ്ടുപിടിച്ചു തരും. നിങ്ങളുടെ മാഡത്തിന്റെയും അവരുടെ പ്രവൃത്തികളെയും അമ്മായിക്ക് തീരെ ഇഷ്ടായിട്ടില്ല. ഇനി ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ നിൽക്കണ്ട. നീ പോവാൻ നോക്ക്. വാ. വരാനേ. മാഡം, അതെന്താ മാഡം? എന്റെ മാഡം ഒരു കാര്യം പറയാനാ വന്നേ. കാശ് ചോദിക്കാനൊന്നും വന്നതല്ലെന്ന് എനിക്കറിയാലോ. എന്തു പറയാനാ മേഡം വന്നത്? വൈദേഹി തന്നെയാണ് കൊട്ടാരം വീട്ടിൽ അനന്തരവളെന്നോ? ഇത് പറയാൻ വന്നതുകൊണ്ടാ ഇപ്പൊ നിന്റെ മാഡത്തെ കാണാതായത്. നീയും അതിനെക്കുറിച്ച് ഇവിടെ വാ തുറന്നോ? നിന്നെ തേടി നിന്റെ വീട്ടുകാരോടെ വരേണ്ടി വരും. വേണ്ടാതെ പോവാൻ നോക്ക്. നിക്ക്. നീ എന്നോട് എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞ്? എന്താത്? മാഗിക്ക് എന്തു പറ്റി? എന്തിനാ എന്നെ കാണുന്നു പറഞ്ഞത്?
ഞാൻ പറഞ്ഞില്ലേ ജാനകി, കാശ് ചോദിച്ചു വന്നതാ. ഞാൻ ചോദിച്ചത് ഇവളോടാ. നീ പറ, എന്തിനാ വന്നത്? പറയേ, മാഗി എന്ത് പറയാനാ വന്നത്? നീ എങ്കിലും പറ. എനിക്കറിയില്ല മാഡം, അന്ന് എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചതാ. അത് നീ അറിയണ്ട, ജാനകിയോട് നേരിട്ട് പറഞ്ഞോളാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതാ. ഞാനും പറഞ്ഞതല്ലേ ജാനകി, പ്രത്യേകിച്ചൊന്നുമില്ലെന്ന്. നീ പോവാൻ നോക്ക്. സമയത്തെത്താൻ പറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മാഗി പറയാൻ വന്നത് അവള് ജാനകിയോട് പറഞ്ഞിട്ട് പോയനെ. എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞൊക്കെ സത്യം തന്നെയോ? ആ മാഗിയെ കുറിച്ച് കള്ളം പറയേണ്ട കാര്യം എനിക്കെന്താ? അമ്പലത്തിൽ വെച്ച് നീ രക്ഷപ്പെട്ടു. ഇപ്പൊ ഈ പോയിസൺ കലക്കിയ പാല് കുടിച്ചിട്ട് നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. ഇന്നത്തോടെ നിന്റെ അധ്യായം പൂട്ടി. വിനയാ, വിനയാ! വിനയൻ ഇവിടെ ഇല്ല മാളവികെ. എന്താ കാര്യം? ജാനകിക്ക് പാല് കൊണ്ടു കൊടുക്കാനായിരുന്നു. ജാനകിക്ക് പാലോ? നീ പാലെടുത്തു കൊടുക്കുന്നു അവക്ക്? എന്താ പെട്ടെന്ന് ഒടുക്കത്തെ സ്നേഹമാണല്ലോ അവളോട്. എന്താണാവോ കാര്യം? ഒന്നുമില്ല ചേച്ചി, ദേവേട്ടന് വേണ്ടി തീച്ചട്ടി എടുത്തതല്ലേ അവള്. അതുമല്ല ആരോ കൊല്ലാനും നോക്കിയില്ലേ. എന്നുവെച്ച് ശത്രു മരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അല്ലാതെ മരിക്കാൻ പോയവളെ പരിചരിക്കാൻ ശ്രമിക്കരുത്. പാലിന് എന്തോ ഒരു നിറവ്യത്യാസം. ഓ, മഞ്ഞള് ചേർത്തതാവോ? കുറച്ച് ജലദോഷമുണ്ട്, അതിങ്ങിതാ ഞാൻ കുടിച്ചോളാം. ചേച്ചി ചേച്ചി, ചേച്ചിക്ക് ഇനി ഒത്തിരി സമയമുണ്ട്. എന്ത്? അതല്ല ചേച്ചി, ചേച്ചിക്ക് കിടക്കാൻ ഇനി ഒത്തിരി സമയമുണ്ടല്ലോ. കുറച്ചു കഴിഞ്ഞ് ഞാൻ കൊണ്ടുതരാം. ഇന്ദു അമ്മ ജാനകിക്ക് കൊടുക്കാൻ പറഞ്ഞതാ. കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് മതി പറയാൻ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ ചേച്ചി. ആര് പറഞ്ഞാലെന്താ? അതിന്റെ പേരിൽ ജാനകിക്ക് പാല് കൊണ്ട് കൊടുക്കാനുള്ള മനസ്സൊന്നും ഇവൾക്കില്ലല്ലോ. ഇതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? മാഡത്തിന് 3 ദിവസമായിട്ട് കാണാനില്ല മാഡം. പേയ്മെന്റ് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ വന്നതാ. അയ്യോ, അതൊന്നും അല്ല മാഡം. പിന്നെന്താ കാര്യം? ഞാനും പറഞ്ഞതല്ലേ ജാനകി, പ്രത്യേകിച്ചൊന്നുമില്ലെന്ന്. നീ പോവാൻ നോക്ക്. അവൾ എന്തോ പറയാൻ വന്നതായിരുന്നു. മാളവിക്ക് ഇടയ്ക്ക് കയറി മനഃപൂർവ്വം അവളെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നതാ. എന്നാലും മാഗിക്ക് എന്നോട് എന്തായിരിക്കും പറയാനുള്ളത്? അപ്പൊ അതെന്താണെന്ന് മാളവിക്കറിയാം. അതുകൊണ്ടാണ് എന്നോട് പറയിപ്പിക്കാതെ അവളെ പറഞ്ഞു വിട്ടത്.
മാഗിയെ 3 ദിവസമായിട്ട് കാണുന്നില്ലെങ്കിൽ അതിന്റെ പുറകിൽ മാളവികയുണ്ടോ? ഉണ്ടാവാനാണ് സാധ്യത. ജാനകി, പാല് ഇന്ദുവമ്മ തന്നുവിട്ടതാ. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഞാനെന്തിനാ നിനക്ക് പാല് കൊണ്ട് തരുന്നേന്നാണോ? ഇന്ന് എന്റെ കൈകൊണ്ട് നിന്റെ മരണം ഉറപ്പിച്ചിരിക്കുക. അമ്പലത്തിൽ വെച്ച് രക്ഷപ്പെട്ടെങ്കിലെന്താ? കുടിക്കടി, കുടിക്ക്, 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 കുടിക്ക്. കുടിക്കാനാ പറഞ്ഞത്. കുടിക്ക്, കുടിക്കാൻ, കുടിക്ക്. കുടിക്ക്. നിന്നോട് കുടിക്കാനാ പറഞ്ഞത്. കുടിക്കാൻ. എന്നെ വെറുതെ വിട് ജാനകി, പ്ലീസ്. എന്താടി, എങ്ങനെ നിന്നെ വെറുതെ വിടുക? എന്നൊന്നും ചെയ്യില്ലേ. എവിടേക്കായി പോകുന്ന? അവിടെ ഇരിക്ക. ജാനകി, ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ വെറുതെ വിട് ജാനകി. വിട്ട ഇങ്ങോട്ട് പോകുന്നി. അവിടെ ഇരിക്കേ. കുറച്ചു നേരം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. താഴെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. വയറ് നിറച്ച് പാല് കുടിച്ചില്ലേ? ഇനി മനസ്സ് നിറയും വരെ മിണ്ടിക്കൊണ്ടിരിക്കാം. ജാനകി, ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ വെറുതെ വിട്ടേക്ക്. പാല് എങ്ങനെയുണ്ടായിരുന്നു? നല്ല രുചിയുണ്ടായിരുന്നോ? എനിക്ക് തല കറങ്ങുന്നു. എന്താ നീ വേഗം തളരുന്നേ? നീ കുടിച്ചത് വെറും പാലല്ലായിരുന്നോ? എന്നെ വെറുതെ വിട്. ഓ, വിഷം ചേർത്തിട്ടുണ്ടായിരുന്നോ? പാലിൽ വിഷം ചേർത്ത് സ്നേഹത്തോടെ കൊണ്ടു തന്നോ? ഒരു സംശയമില്ലാതെ ഞാനതങ്ങ് കുടിക്കുന്നു കരുതി നീ? ആ പാല് കൊണ്ടുവന്നത് തന്നെ അടിത്തൊട്ട് മുടി വരെ വിഷമുള്ളൊരു വിഷപ്പമ്പാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ എങ്ങനെയാടി അത് കുടിക്ക? എന്താടി, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? പോലീസുകാരോട് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് നീ അല്ലാന്ന് പറഞ്ഞപ്പോ നീ എന്ത് കരുതി? നിന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോയെന്നോ? അത് അങ്ങനെ ഇങ്ങ് പോവോ? നിന്റെ മരണം എന്റെ കൈക്കൊണ്ടായിരിക്കണം എന്ന് തീരുമാനിച്ചാ ഞാൻ നിന്നെ ഒന്ന് വെറുതെ വിട്ടത്. പറയടി. എന്നെ
എന്നെ വിട് ജാനകി. എന്റെ കൈകളിൽ കിടന്ന് നിന്റെ ജീവൻ പോകുന്നത് വരെ നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. നിക്കടി അവിടെ. നീ എങ്ങോട്ടേ ഓടുന്നത്? നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? ജാനകി, ഞാനൊന്ന് പുറത്തു പൊക്കോട്ടെ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ജാനകി. പ്ലീസ് ജാനകി. എന്റെ കഴുത്തിൽ കുരുക്കിട്ട് 2 പേര് 2 വശത്ത് നിർത്തി വലിച്ചു പിടിച്ച് ഇതുപോലെയല്ലേ ശ്വാസം മുട്ടിച്ചത്? അപ്പൊ എനിക്കും ഇതുപോലൊരു ആന്തലുണ്ടായിരുന്നു. അതേപോലെ ശ്വാസം മുട്ടി തന്നെ നീയും മരിക്കണം. എന്റെ ജീവൻ പോയിക്കൊണ്ടിരുന്നപ്പോ ഇതുപോലെയല്ലേ നീ എൻജോയ് ചെയ്തത്? ഇപ്പൊ ഞാനിതൊന്ന് ആസ്വദിക്കട്ടെ. നീയും മരിക്കണം. ചാവടി. എന്നെ വിട് ജാനകി പ്ലീസ്. എന്നെ കൊല്ല ജാനകി. എന്നെ വെറുതെ വിട് പ്ലീസ്. ഞാൻ വെറുതെ വിടണം? അത് ശരി, നിനക്ക് മാത്രം ജീവിക്കണം, ബാക്കിയുള്ളവരെല്ലാം അതിനു വേണ്ടി മരിക്കണോ അല്ലേ? വലിച്ച മുറുക്കി കൊന്നു കളയണം. വൈദേഹി ഉണ്ടല്ലോ, ആ ദേവന്റെ ഭാര്യ, അവള് ജീവനോടെ ഉണ്ടെങ്കിൽ ദേവനുമായിട്ടുള്ള കല്യാണം നടക്കില്ലെന്നുള്ളത് കൊണ്ടാ അവളെ ഞാൻ അങ്ങ് കാലപുരിയിലേക്ക് അയച്ചത്. എന്നെ എന്തിനാ നീ കൊല്ലാൻ ശ്രമിച്ചത്? നിന്റെ കല്യാണം ഞാൻ മുടക്കിയതിന്റെ ദേഷ്യമാണെന്ന് കരുതാം. വൈദേഹി നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എന്താ ചെയ്തേന്ന്? വൈദേഹി എന്തിനാ നീ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്ന്? നിന്റെ ദേവേട്ടന്റെ കല്യാണത്തിന് അവളെ സമ്മതിച്ചതല്ലേ? പിന്നെ എന്ത് കാര്യത്തിന് അവളെ കൊല്ലാൻ ശ്രമിച്ചത്? പറയടി. എനിക്കൊന്നും അറിയില്ല. എന്നെ വിട്ടേക്ക്, എന്നെ വിട്. നിനക്കൊന്നും അറിയില്ലേ? ഞാൻ മരിക്കുന്ന ഉറപ്പായതോടെ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം എന്റെ അടുത്ത് ഏറ്റു പറഞ്ഞത് നീ അങ്ങ് മറന്നുപോയോ? പക്ഷെ ഞാനതെങ്ങനെ മറക്കും? എനിക്കറിയില്ല. പറ, വൈദേഹി നീ എന്തിനു വേണ്ടിയാ കൊന്നത്? വൈദേഹിയുടെ ജനനത്തിനും അവളുടെ മരണത്തിനും തമ്മിൽ എന്താടി ബന്ധം? പറഞ്ഞത് വൈദേഹിയുടെ അച്ഛനും അമ്മ ആരാണ്? വൈദേഹിയുടെ അച്ഛനും അമ്മ ആരാണെന്ന് അവൾ അറിഞ്ഞാൽ അതുകൊണ്ട് എന്ത് അബദ്ധം നിനക്ക് വരാൻ പോകുന്നത്? മര്യാദയ്ക്ക് പറയടി, അല്ലെങ്കിൽ ജീവനോട് നീ മുറി വിട്ട് പുറത്തു പോവില്ല. പറയടി. പറയടി, പറയ, അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കും. ജാനകി, എനിക്കറിയില്ല, ഞാൻ മരിക്കും. എന്താ ജാനകി കാണിക്കുന്നേ? ജാനകി, ദേവേട്ടാ, എന്തു പറ്റി? ദേവേട്ടാ, അതെ, അത് ദേവേട്ടാ, ദേവേട്ടാ, എന്നെ രക്ഷിക്ക ദേവേട്ടാ. കുറച്ചു മുന്നേ പണിക്കാരി ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള ഫിനോയില് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരുന്നു. ആ ഫിനോയില് പാലാണെന്ന് കരുതി മാളവിക എടുത്തു കുടിച്ചു. അയ്യോ മാളവിക,
എഴുന്നേക്ക് എഴുന്നേക്ക് മാളവികെ, എഴുന്നേക്ക്. ഇത് നോക്കിയിട്ട് വേണ്ടേ കുടിക്കാൻ. എല്ലാം ശ്രദ്ധിക്കണ്ടേ? ഞാൻ പറഞ്ഞതാ ദേവേട്ടാ, അവള് കേക്കണ്ടേ? ഒന്ന് ഛർദിച്ചാ മതി, പക്ഷെ ഛർദിക്കണ്ടേ? ഛർദിക്ക്. ജാനകി, നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവിടെ ആശുപത്രി കൊണ്ടുപോകണോ? ദേവേട്ടാ, ഇവിടെ പിടിച്ചേ. എഴുന്നേക്ക് മാളവികെ. പിടിച്ചു. ശരിക്കും ഇനി എന്താ? പിടിച്ചോണേ. ജാനകി, എന്താ കാണിക്കുന്നേ? ജാനകി, അവക്കാനും പറ്റും. ദേവേട്ടനൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ ചെയ്ത ഛർദിക്കും. ജാനകി, അയ്യോ, വേണ്ട. ജാനകി, ഇങ്ങനെയൊന്നും ചെയ്യണ്ട, മാറ്. അതെ, മാളവിക ഓക്കെ അല്ലേ? അയ്യോ, ഇവക്ക് വയ്യാൻ തോന്നുന്നു. മാളവിക നടക്ക്. ദേവേട്ട ഇങ്ങോട്ട് കൊണ്ടുപോണ്ട കാര്യമില്ല. മാളവിക കുറച്ച് സോപ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ്റ് കിടക്കുന്ന എല്ലാം പുറത്തു വന്നോളൂ. ആ, വേഗം നടക്ക്. ദേവേട്ട ദേവേട്ട സൂക്ഷിച്ചു ദേവേട്ട. ആ, ശരി. ദേവേട്ട, ഞാനും കൂടി വന്നോട്ടെ. എന്റെ പൊന്നോ, വേണ്ട. നീ വന്നാ ഇവക്ക് വല്ലതും പറ്റും. ദേവേട്ട, എന്താ? ഡെറ്റോൾ കൊണ്ടുവന്ന് തരട്ടെ? എടി, ഡെറ്റോൾ ആരെങ്കിലും കുടിക്കോ? ആ സർഫ് എവിടെ വെച്ചിരിക്കുന്നേ? അവിടെ മോൾ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് ദേവേട്ട. ആ, ശരി, നോക്കട്ടെ. അനുഭവിക്കാം, നല്ലോണം അനുഭവിക്കാം. ഇങ്ങനെയൊന്നും പോരെ നിനക്ക്. നിക്ക്, ഓരോ ദിവസവും നിന്നെ ഞാൻ ഇനി കൊല്ലാക്കൊല ചെയ്യാൻ പോവാ. അല്ലെങ്കിൽ എന്റെ മനസ്സടങ്ങില്ല. ദേവേട്ടാ, എന്താ? ഓക്കെ ആയോ? ആ, ഓക്കെ ആണ്. അയ്യോ, പതുക്കെ, ഇപ്പൊ സൂക്ഷിച്ച്. എങ്ങനെയുണ്ട് മാളവിക? മാളവിക, പതുക്കെ. ഇരിക്കും. ആ, ഇനി ഒന്ന് റിലാക്സ് ചെയ്യ്. ആ, കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ, റിലാക്സ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ദേവേട്ടാ. എന്നാലും ആരെങ്കിലും ഫിനോൽ ഇങ്ങനെ എടുത്ത് കുടിക്കോ? വെളുത്ത നിറമാണെന്ന് പറഞ്ഞ് പാലിന്റെയും ഫിനോലിന്റെയും മണമെങ്കിലും തിരിച്ചറിഞ്ഞുകൂടെ? അത്രയ്ക്ക് മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരുന്നെങ്കിൽ ഇപ്പൊ ഈ അവസ്ഥയിലാവുമായിരുന്നോ ദേവേട്ടാ? എന്നാലും നിനക്ക് ഭാഗ്യമുണ്ട് മാളവികെ. ദേവേട്ടൻ വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ മുകളിലെത്തിയനെ. മാളവിക, ഓടല്ലേ.